വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ, കരുത്തുള്ള കഥാപാത്രങ്ങളെ കാത്തിരിക്കുന്നവർ, നോവലുകള് കഥകള് സിനിമയാക്കാൻ ആഗ്രഹിക്കുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കാലം കഴിഞ്ഞാൽ ഇനി ആര് എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേറെ ആൾക്കാർ പറയുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആര് എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ പലരുമുണ്ട് ഇവിടെ എന്നാണ് പറയാനാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കുറെ പേര് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് വിവാദപരമായിട്ടുള്ള ഒരു നടനെ കുറിച്ച് പല നിർമ്മാതാക്കളും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും പകരക്കാരൻ ഇവിടെ ഇന്ന് മിനിമം ഗ്യാരണ്ടിയുള്ള ഒരേ ഒരു നടനേയുള്ളൂ, അത് സാക്ഷാൽ നിവിൻ പോളിയാണ് എന്ന്. ഞെട്ടിയോ? ഞെട്ടി പലരും, ഞാനും. നിവിൻ പോളി മാത്രോ? ബാക്കിയൊക്കെ അപ്പൊ ചോദിക്കും ടൊവിനോ തോമസ്. ടൊവിനോ എന്താ മോശമാണോ? ടൊവിനോ സിംഗിൾ മാൻ അല്ലേ? ഇവിടെ പ്രേക്ഷകർ ഇഷ്ടമുള്ളതല്ലേ? ടൊവിനോ മാത്രമല്ല, പൃഥ്വിരാജുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, അങ്ങനെ നിരവധി പേരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒക്കെ ശരി തന്നെ. ചില കഥാപാത്രങ്ങളുടെ മാനറിസങ്ങൾ കാണിക്കാൻ, ചില നടന്മാരുടെ മാനറിസം കാണിക്കാൻ, ഹ്യൂമറും സെന്റിമെന്റ്സും ആക്ഷനും എല്ലാം ഒരേപോലെ ചെയ്യാൻ ഇപ്പോ നമ്മുടെ മുന്നിൽ ഈ നിവിൻ പോളി മാത്രമാണെന്നാണ് അവർ പറയുന്നത്. അത് ശരിയാണോ? ഈ ചോദ്യം വെച്ചുകൊണ്ട് ഞാൻ പല നിർമ്മാതാക്കളോട് ചോദിച്ചു. ഇങ്ങനെ കേൾക്കുന്നു, നിങ്ങൾ എടുക്കാൻ പോകുന്ന സിനിമയിലെ നായകൻ ആരാണ്? കാരണം അപ്പോൾ ചിലർ പറഞ്ഞു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഡേറ്റ് കിട്ടില്ലല്ലോ, അവരുടെ മാത്രമല്ല പൃഥ്വിരാജിന്റെയും ഡേറ്റ് കിട്ടില്ലല്ലോ, ടൊവിനോയുടെ ഡേറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ നിവിൻ പോളിയെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു തെറ്റ്. എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു നടനല്ല നിവിൻ പോളി. നിവിൻ പോളിയെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായ ബന്ധങ്ങൾ കുറവാണ്. ബാക്കി എല്ലാ നടീനടന്മാരുമായിട്ടും കുറെ ബന്ധങ്ങളുണ്ട്. കാരണം നിവിൻ പോളി ഒരു പ്രത്യേക സൃഷ്ടിയാണ്, പ്രത്യേക കഥാപാത്രമാണ്. അങ്ങനെ ആർക്കും പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു നടനല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് എപ്പോഴാണെന്ന് അറിയാമോ? ഇവിടെ പ്രിയദർശൻ ഒരു സിനിമ സംവിധാനം ചെയ്തു, മോഹൻലാൽ നായകനായി. അതിൽ മനോഹരമായ ഒരു സീനിൽ ഒരു അഭിനയിക്കാൻ വേണ്ടി പറ്റിയ കഥാപാത്രം നിവിൻ പോളിയാണ് എന്ന് പ്രിയദർശൻ പറയുന്നു. മോഹൻലാലും അത് ഇഷ്ടമായി. പ്രിയനോട് പറഞ്ഞു, പ്രിയ എന്നെ വിളിക്കൂ എന്ന് പറയുന്നു. അപ്പൊ പ്രിയൻ പറഞ്ഞു, ഞാൻ വിളിച്ചാൽ ശരിയാകില്ല, ലാല് തന്നെ വിളിക്കൂ എന്ന് പറയുന്നു. ലാല് നിവിൻ പോളിയെ വിളിക്കുന്നു. നിവിൻ പോളി ചോദിക്കുന്നു, എന്ത് റോളാണ് എനിക്ക്? ഞാൻ നായകനാണോ എന്ന് ചോദിക്കുന്നു നിവിൻ പോളി. മോഹൻലാൽ പറഞ്ഞു, നായകൻ ഞാനാണ്. ലാലേട്ടനാണ് നായകനെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? അതിന് വേറെയും ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നിവിൻ പോളി ഫോൺ കട്ട് ചെയ്തു എന്നാണെന്ന് പറഞ്ഞു കേട്ടത്. പകരം വേറൊരു നടൻ അഭിനയിച്ചു. അതുമാത്രമോ? അതായത് മറ്റു പല സംവിധായകരെയും കീഴിൽ അഭിനയിക്കാൻ ഇഷ്ടമില്ലാതിരുന്നൊരു നടനാണ്. തനിക്ക് ശരിയെന്ന് തോന്നും മാത്രം ചെയ്തൊരു നടനാണ്. താൻ അഭിനയിക്കുന്ന സിനിമകളിൽ പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്തോട്ടെ, എന്നാലും തനിക്ക് പ്രത്യേകിച്ചൊരു കാഴ്ചപ്പാട് ഉണ്ട് എന്ന് മലയാള സിനിമാ വേദിയോട് പറഞ്ഞ നടനാണ്. കുറെ പേരുടെ ശത്രു സമ്പാദിച്ച നടനാണ്. എന്നെ പോലുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ ഇരയായിരുന്നു നിവിൻ പോളി. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പല സംവിധായകരോടും നിർമ്മാതാക്കളോടും ഇപ്പോ സംസാരിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിവിൻ പോളിയെ ഇഷ്ടപ്പെടുന്നത്, കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ എളുപ്പം കിട്ടാവുന്ന ഒരു നടനല്ല എന്ന് പറയുമ്പോൾ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു, പഴയ നിവിൻ പോളി അല്ല. ഇപ്പോ നിവിൻ പോളിക്ക് തന്നെ മനസ്സിലായി മസിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇൻഡസ്ട്രിയിൽ തൻ്റെ സേവനം ആവശ്യമാണ്, ആ സേവനം കൊടുക്കാൻ തയ്യാറാണ് എന്ന് നിവിൻ പോളി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴാണ് പല മമ്മൂട്ടിക്ക് പറ്റിയ റോളുകൾ മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിവിൻ പോളിയെ കുറിച്ച് സംവിധായക നിർമ്മാതാക്കൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. മോഹൻലാൽ അഭിനയിക്കാൻ വിചാരിച്ചവരെല്ലാം മോഹൻലാലിന് ഡേറ്റ് ഇല്ലെങ്കിൽ പകരം നിവിൻ പോളിയെ അഭിനയിക്കാൻ വേണ്ടി ആലോചന തുടങ്ങിയിരിക്കുന്നു. ഈ രീതിയിലാണ് ഈ നിവിൻ പോളിയെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. വല്ലാത്ത ഒരു മാറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഞാനും കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. സംവിധായകരുടെയും നിർമ്മാതാക്ക മനസ്സിലിരിപ്പ് ഇപ്പോ നിവിൻ പോളി എന്നുള്ള നടനെ കുറിച്ച് മാത്രമാണ്.